ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് വരുന്ന അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും വരുന്ന അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്താണ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, എന്താണ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. നിങ്ങൾ ആരെയോ കാണാൻ പോകുന്ന, അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ നേരിട്ട് കാണാൻ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ മാരീഡ് ആയ വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ വൈഫിനെയോ ഒക്കെ ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ അകന്ന് വർക്ക് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നേരിട്ട് കാണാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ ആദ്യം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളെയും നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതിനുള്ളൊരു സാഹചര്യം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയോ സന്തോഷങ്ങൾ ഈ ഒരു സമയത്ത് കുടുംബവും ഒത്ത് എന്തൊക്കെയോ ഒരു സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം വരുന്ന അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിശ്രമിക്കുവാൻ ഒരു അവസരം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കാം, കുറച്ചൊന്ന് വിശ്രമിച്ചെങ്കിൽ എത്ര നന്നായേനെ, ഈ ഒരു ബിസിയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് അതുമൂലം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുകയാണെങ്കിൽ ആ ഒരു അസുഖത്തിൽ നിന്ന് നിങ്ങൾ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഹീലാകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം വരുന്ന അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വരുന്ന അടുത്ത ദിവസങ്ങളിൽ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികളുമായിട്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ചെറിയ തരത്തിലുള്ള തർക്കങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഒക്കെ വ്യക്തികളൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തർക്കങ്ങൾക്ക് സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. പക്ഷെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. ചെറിയ രീതിയിലുള്ള എന്തൊക്കെയോ വാക്കുതർക്കങ്ങൾ ഉള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം വരുന്ന അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത്, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ആശയക്കുഴപ്പത്തിലായിരുന്നുവെങ്കിൽ ഒരു പെട്ടെന്നൊരു ഡിസിഷൻ നിങ്ങൾ എടുത്ത് ആ ഒരു കാര്യം ക്ലോസ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇത് വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഒരു തീരുമാനമെടുത്ത്, കൃത്യമായ ഒരു തീരുമാനമെടുത്ത് പിന്മാറുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. എന്താണ് വരുന്ന അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ അകന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇത്രയും കാലം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിടിച്ചു നിന്നിരുന്നുവെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്നും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അകന്നു പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തോ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ അകന്നു പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം വരുന്ന അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ എന്തോ ഒരു കാര്യം നമുക്കിവിടെ ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത്രയും കാലം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പിടിച്ചു നിർത്തിയിരുന്നുവെങ്കിൽ, അതായത് നിങ്ങൾ ആർക്കും കൊടുക്കാതെ ഇത് എൻ്റെ മാത്രമാണ് എന്നുള്ളൊരു രീതിയിൽ പിടിച്ചു നിർത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ മാറി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മനസ്സിൽ, അതായത് എനിക്കിത് അർഹതപ്പെട്ടതല്ല, അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ആ ഒരു കാര്യത്തെ വിട്ടുകൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ആ ഒരു കാര്യം ഇവിടെ പിടിച്ചു വെക്കാൻ ശ്രമിച്ച ഒരു എനർജിയാണ് കാണിക്കുന്നത്. അത് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാത്ത ഒരു എനർജിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ
വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെ ആ ഒരു കാര്യത്തെ നിങ്ങൾ വിട്ടുകൊടുക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് വരുന്ന അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ക്യൂൺ ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ചില വ്യക്തികളൊക്കെ നിങ്ങൾക്ക് അരികിലോട്ട് വരാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ ചില വ്യക്തികൾക്കൊക്കെ നിങ്ങൾ സമാധാനം കൊടുക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളൊക്കെ അവരുടെ സങ്കടങ്ങൾ നിങ്ങളോട് വന്ന് പറയുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുൻപേ തന്നെ ചില വ്യക്തികളെയൊക്കെ അവരുടെ സങ്കടങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഏതോ പുതുതായിട്ട് ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലോട്ട് വരികയും ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു പുതിയ വ്യക്തി വരികയും ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്കൊരു ആശ്വാസം നൽകുവാൻ കഴിയുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്കും സ്വയം ഒരു സന്തോഷവും സമാധാനവും വരുന്ന ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ക്യൂൺ ഓഫ് കപ്സിന്റെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കാം വരുന്ന അടുത്ത ദിവസങ്ങളിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഫോർ ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ എന്തോ ഒരു അനുഗ്രഹം നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയോ ഒരു പക്ഷേ ഒരു മാരേജ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ആയിരിക്കാം. കുടുംബത്തിൽ എന്തോ ഒരു ആഘോഷം, അതായത് ഒരു കൂട്ടായ്മ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധുക്കളെല്ലാം കൂടി ഒത്തുചേർന്ന് വളരെയധികം ഹാപ്പി ആയിട്ട് എന്തോ ഒരു സെലിബ്രേഷൻ കാണിക്കുന്നുണ്ട്, ഒരു ആഘോഷം കാണിക്കുന്നുണ്ട്. അതായത് വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ആഘോഷം നടക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.